മക്കയിലെ ആ കൊച്ചു വീട്ടിൽ വെറും 4 പേരിൽ ഒതുങ്ങി നിന്ന വലിയ സത്യം അതീവ രഹസ്യമായിട്ടാണ് വളർന്നത്. ശത്രുക്കൾ പോലും അറിയാതെ പ്രവാചകൻ തന്റെ ദൗത്യം തുടർന്നു. പക്ഷേ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെത്ര ഒളിച്ചുവെച്ചാലും അതിന്റെ ഗന്ധം കാറ്റിലൂടെ പടരും. മക്കയിലെ ചങ്ങാതിമാർക്കിടയിലും കച്ചവടക്കാർക്കിടയിലും ചില അടക്കം പറച്ചിലുകൾ പരന്നു തുടങ്ങി. മക്കയിലൊരാൾ പുതിയൊരു സന്ദേശവുമായി വന്നിട്ടുണ്ട്. അദ്ദേഹം വിഗ്രഹങ്ങളെ എതിർക്കുന്നു. ഈ വാർത്ത മക്കയുടെ അതിരുകൾ ഭേദിച്ച് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഗിഫാർ ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ കാതുകളിലെത്തി. അതായിരുന്നു അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വെറുത്തിരുന്ന അബൂദറിന് ഈ വാർത്ത കേട്ടപ്പോൾ സമാധാനമായില്ല. അദ്ദേഹം തന്റെ സഹോദരനായ അനീസിനെ വിവരമറിയാൻ മക്കയിലേക്ക് അയച്ചു. തിരിച്ചു വന്ന അനീസ് പറഞ്ഞു, അദ്ദേഹം നല്ല സ്വഭാവം പഠിപ്പിക്കുന്നു, കവിതയല്ലാത്ത മനോഹരമായ വചനങ്ങൾ ഓതുന്നു. ഇത് കേട്ടതോടെ നേരിട്ട് കാണാതെ അബൂദറിന് ഉറക്കമില്ലെന്നായി. ആരും അറിയാതെ ഒരു ഭാണ്ഡവും തൂക്കി അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആരാണ് ആ പ്രവാചകൻ? അദ്ദേഹം എവിടെയാണുള്ളത്? മക്കയിൽ ആരോട് ചോദിക്കും? മക്കയിലെത്തിയ അബൂദർ ദിവസങ്ങളോളം കാബയുടെ പരിസരത്ത് കഴിഞ്ഞു. ആരോടെങ്കിലും ചോദിച്ചാൽ ശത്രുക്കൾ തന്നെ അപായപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒടുവിൽ ഒരു രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഒരു അപരിചിതനാണെന്ന് മനസ്സിലാക്കിയ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 3 ദിവസത്തോളം അവരൊന്നിച്ചു കഴിഞ്ഞിട്ടും പരസ്പരം ഒന്നും ചോദിച്ചില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ അവരത്രമേൽ ജാഗ്രതയുള്ളവരായിരുന്നു. ഒടുവിൽ അബൂദർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി, എനിക്ക് ആ പ്രവാചകനെ കാണണം. അബൂദറിന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആ വലിയ രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷേ മക്കയിലെ ഓരോ കരിമ്പാറക്കൂട്ടങ്ങൾക്കും ശത്രുക്കളുടെ കാതും തിന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതീവ ജാഗ്രതയോടെ അലി റളിയല്ലാഹു അൻഹു മന്ത്രിച്ചു, നാളെ പുലർച്ചെ ഞാൻ മുന്നിൽ നടക്കും. നിങ്ങൾ അല്പം അകലത്തിൽ എന്നെ പിന്തുടരുക. വഴിയിൽ എവിടെയെങ്കിലും ശത്രുക്കളുടെ സാന്നിധ്യം ഞാൻ മണത്തറിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുനിഞ്ഞ് എൻ്റെ ചെരുപ്പ് നന്നാക്കുന്നതുപോലെ ഭാവിക്കും. അത് നിങ്ങൾക്കുള്ള സൂചനയാണ്. നിങ്ങൾ അവിടെ നിൽക്കണം. അപകടമില്ലെന്ന് കണ്ടാൽ ഞാൻ നടന്നു കയറുന്ന ആ വീട്ടിലേക്ക് നിങ്ങൾക്കും വരാം. അങ്ങനെ ആരും കാണാതെ മിഴൽ പോലെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ അബൂദർ റളിയല്ലാഹു അൻഹു ആദ്യമായിരുന്നു. പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ഖുർആൻ വചനങ്ങൾ കേട്ടതും അബൂദറിന്റെ ഹൃദയം ഒരു ജലധാര പോലെ തുറക്കപ്പെട്ടു. മക്കയിലെ ആ കൊച്ചു വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ സാക്ഷ്യം ഒഴിഞ്ഞു,